നമ്മുടെ വീടിൻ്റെ മണ്ടയാണ്, ഒന്ന് ക്ലീൻ ചെയ്യാൻ കയറിയതാണ്. മൊത്തം പായലുമായിട്ട്. ഇതെന്തോ പൂപ്പല മാറിയേക്ക്. മൊത്തം പായലും ഇതൊക്കെയായി. കുറേ നാളായി, കുറേ മാസമായി മേളിൽ കയറിയിട്ട്. മഴയായതുകൊണ്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. ഉണ്ടോ, മൊത്തം കരിയിലയും അതും ഇതുമൊക്കെ ആയി. അപ്പം ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ പ്രോഗ്രാം. എന്താ ചെയ്യുക, തുടങ്ങി. കുറച്ച് ഈ സൈഡ് ഞാൻ ഷെയ്ഡൊക്കെ ക്ലിയർ ചെയ്ത് വന്നു. ഷെയ്ഡ് ഉണ്ടോ, മൊത്തം പായലായിരുന്നു. മഴയായതിൻ്റെ പേരിൽ എൻ്റെ പുറത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഇത്രയും ഈ സൈഡ് ഇത്രയുണ്ട്, ഇത്രയും ക്ലീൻ ചെയ്ത് ഇടണം. അല്ല സോപ്പ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്താ ഇവർ ക്ലീൻ ചെയ്യാത്തതെന്ന് വിചാരിക്കും. പറയും മഴയായി കഴിഞ്ഞ് ഇതിൻ്റെ പുറത്ത് കയറാൻ പറ്റില്ല, ഭയങ്കര പായല, തെറ്റും, കാല് തെറ്റും. സ്റ്റെയർ ഇല്ലാത്തതിൻ്റെ പേര് കയറാൻ പറ്റത്തില്ല. അപ്പോൾ തുടങ്ങാം. നോക്കി നിൽക്കണം. കീർക്കി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ഷെയ്ഡിൽ നിൽക്കാൻ പാടാണ്. തല ഇറങ്ങി ഇവിടെ നിന്നാണ് താഴെ വിളിക്കുക. എന്തു ചെയ്യും കേട്ടോ, ഇത്രയും വലിയൊരു ഇതായിപ്പോയല്ലോ. കണ്ടോ, ഒരു ഷെയ്ഡിൻ്റെ മേളിൽ ഇത്രയും പായൽ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇത്രയും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ ഇത്രയും ക്ലീൻ ആക്കി ഇവിടെ കൂടെ വന്ന് ഇരിക്കാമെങ്കിൽ വന്നാൽ മതി. കീർക്കി ആകെപ്പാടെ എന്നെ ഇതൊക്കെ ഇരുന്നിരുന്ന് വന്നാൽ മതി. ആയിട്ട് നോക്കുമ്പോൾ പേടിയാണെങ്കിൽ പിന്നെ എന്താണ് അടി മേപ്പോട്ട് കയറി വന്നേ. അവിടെ ഇരിക്കുക അവിടെ. പൈപ്പുണ്ട്, അയ്യോ അത് പൊട്ടിച്ച് കളയല്ലേ, ഫാഷൻ ഫ്രൂട്ടാ. താഴോട്ടിട്ട് നമുക്ക് കയറ് കെട്ടി പടർത്തി വിടാം. മേളിലിടണ്ട, മേളിലിട്ടാൽ മഴയാകുമ്പോൾ അന്നത്തതുപോലെ അകത്ത് ചോർച്ചയാവും. എത്ര ദിവസമാവും? 3-4 മാസമായി ഇല്ലേ മേളിൽ ഇതിന് മുകളിൽ കയറി? സ്റ്റെയർ ഇല്ലാത്തതുകൊണ്ട് കയറാൻ പാടാണ്. സ്റ്റെയർ ഉണ്ടെങ്കിൽ നമ്മൾ തുണി വലിച്ചിടാനോ എന്തിനെങ്കിലും ഒക്കെ സ്റ്റെയറുണ്ടല്ലോ. ഇതിന് സ്റ്റെയർ ഇല്ല. ലൈവ് മേളിലായിരുന്നു. പാൻറ് കിഴിഞ്ഞല്ലോ, ചന്തി കാണിച്ചെന്നുള്ള പരാതി വരും. അല്ല സൈഡ് നമുക്ക് അല്ലാതെ തൂത്തല കേട്ടോ. സ്പീഡപ്പേ കൊടുക്കാൻ വരും. അയ്യോ തലയില്ല. എനിക്ക് പണി ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ മേളിൽ കയറിയിരിക്കണം.
ഒരു ചൊറിയോടെ. മസിലൊന്നും കൊണ്ടാരും മേടിക്കണ്ട. അങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് വെയിലടിച്ചിട്ട് കൈ കറക്കുന്നേ. ഉണ്ടോ ആ തേക്ക് വളർന്ന് ഇങ്ങനെ മുകളിലോട്ട് നിൽക്കും. കുറച്ചൊക്കെ ഒടിച്ച് കളയാം, മേളിൽ കയറുമ്പോഴേ ഒടിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് ഒടിക്കാം. അത് അവരുടെ പേര്. നമ്മുടെ ഇതിൽ നിൽക്കുന്നത് പേരല്ല, എന്തോ വേറെന്തോ ഒരു ചെടിയാണ്. അത് ഏതാണ്ട് കായ്ക്കുന്ന സംഭവമാണ്. നാവായിക്കുളത്ത് അമ്പലത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചതാ. അയ്യോ അത് പൊട്ട് പേരയ്ക്ക് കഴിക്കുന്നു. ആ കറണ്ട് എടുത്തു ഇതൊക്കെ പോട്ട്. വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്നു കേട്ടിട്ടേ ഉള്ളൂ. ക്ലീനായി. ഇനി ഇത് അങ്ങോട്ടുണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിലൊക്കെ ഇതുണ്ടോ ഷെയ്ഡിൻ്റെ മണ്ട. അപ്പുറത്തെ വീട്ടിലൊക്കെ മരം ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുവാണേ. പിന്നെ ഈ ഒരു വീടുണ്ട്, ഇത് കാട് കയറി പണ്ടാരം തുടങ്ങി കിടക്കും. അവർ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളതിലാണ് ആ മരം നിൽക്കുന്നത്. അതെല്ലാം ക്ലീനാണ് നമ്മുടെ സൈഡിലാണ്. ആ നിൽക്കുന്ന പോച്ചയല്ല കേട്ടോ. ഞാൻ നിൽക്കുന്നത് പോച്ച ഒന്നും ഇവിടെ നമ്മളെ അയ്യത്ത് നിൽക്കുന്ന പോച്ച ഒന്നുമല്ല കേട്ടോ. എല്ലാ ഔഷധ ഗുണമുള്ള മരങ്ങളാണ്, ചെടികളൊക്കെയാണ്. അത് മുക്കുറ്റി. ആ നിൽക്കുന്ന മുക്കുറ്റിയാണ്. ഊണപ്പല്ലേ ഇരി അവിടെ. ഏതാ എടുക്കുന്നത്? എന്നെ എടുക്കാനാ വീട്? ഇത് എടുക്ക്, ചെയ്യുന്ന പണി എടുക്ക്. നീ സൈഡ് പിടിച്ച് അങ്ങനെ പോവേ കേട്ടോ. നീ എന്ത് എടുക്കുന്നു? ഇതങ്ങ് ഒടുക്കി റംബൂട്ടാൻ. ക്യാമറ നേരെ പിടിച്ചെടുക്കുക സിന്ധു. അങ്ങനെ തന്നെ പിടിച്ചെടുക്കല്ല, വീഡിയോക്ക് അത് കാണത്തില്ല. അത് ഈ ക്യാമറ നേരെ പിടിച്ചു. അവർ തല കഴിഞ്ഞൊക്കെ കിടന്ന് കാണുന്ന ആൾക്കാർ. ഇന്ന് ഷെയ്ഡും പ്രിന്റും, നാളെ ഇത് കേട്ടോ. ഹൗസ് ക്ലീനിങ് ചെയ്ത് കൊടുക്കപ്പെടും കിറുക്കൻസ്.
അപ്പോൾ കമല് വരും ബാത്റൂം ക്ലീൻ ചെയ്യാൻ ചെയ്യും. ഓരോ പണിക്ക് ഓരോ തൊഴിൽ അതിനായിട്ടുള്ള വിലയുണ്ട് ഇല്ലേ? എന്തായാലും പറയടി, എന്തുവാ എന്തായാലും വർത്തമാനം പറ. വീഡിയോ എടുത്ത് നോക്കിയത് ഇതാ പറഞ്ഞു രോഗം വീഡിയോ ഇടണം അതിടണമെന്നൊക്കെ. എന്നിട്ട് അവളാ മിണ്ടായിരിക്കുന്നത്. പോവല്ലേ അല്ലെങ്കിൽ പിന്നെ വീഡിയോ മാത്രം മതി, ഓഡിയോ വേണ്ടേ? ഓഡിയോ നമുക്ക് വേണമെങ്കിൽ പിന്നെ പിന്നല്ല ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇത് മതി. എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട അതിനകത്ത്. നമ്മളെ രീതി അങ്ങനെ തോന്നുന്നു ആ രീതിക്ക് നോക്കിയാൽ മതി. നീ നല്ലോണം നോക്കി നിൽക്കണം. ഇതിൻ്റെ കല അത് ഇതിൻ്റെ തേക്കിൻ്റെ നല്ല വെയിൽ. ഇവിടെ വരെ എത്തിയതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ഇത്രയും കിടപ്പുണ്ട്. ഇനി തൂക്കണം അല്ലേ? തൂത്ത് ക്ലീൻ ചെയ്ത് വരണം. വെയിലടിച്ചിട്ട് 11. ഇത് കട്ട് ചെയ്തിട്ട് അടുത്തത് കുറച്ച് കഴിഞ്ഞ് പിടിച്ചാൽ മതി. മേപ്പോട്ടൊക്കെ കാണിക്കും. ഇപ്പോട്ട് വെയിൽ കുഞ്ഞേ. അത് പുഷ് ചെയ്താ അറിയോ? ചോപ്പിലാണോ? അല്ല അപ്പുറത്ത് കണ്ടോ ആ 2 വരെയോ? അങ്ങനെ നമ്മുടെ ഷെയ്ഡ് ക്ലീനിങ് കംപ്ലീറ്റഡ്. ഇനി ടോപ്പുണ്ട്. ഇനി അത് പാർട്ട് 2 കാണാം. ഓക്കെ ബൈ.